പ്രത്യേകിച്ച് ഈ ഫേക്ക് ഷെയർ ട്രേഡിംഗ് സ്കാമും ഫേക്ക് ആപ്പുകളും പിന്നെ അതുപോലെ തന്നെ ഫോറക്സ് ട്രേഡിങ്ങും ക്രിപ്റ്റോ കറൻസി അതിൻ്റെയൊക്കെ ഫേക്ക് ആപ്പുകളുടെ ടാർഗറ്റ്സ് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ആണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവരെല്ലാം തന്നെ ഈ കമ്പനിയുടെ മറവിൽ ഏതെങ്കിലും വ്യക്തിയുടെ അക്കൗണ്ടിലേക്കായിരിക്കും പണം ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിൽ അവർ ആ ഒരു ശ്രദ്ധക്കുറവ് മൂലമാണ് അവർ ഈ ചതിയിൽ പെടുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിയുടെ തന്നെ ഫേക്ക് ആപ്പിലാണെങ്കിൽ തന്നെ അക്കൗണ്ടും കമ്പനിയുടെ പേരിലായിരിക്കണമല്ലോ. പക്ഷെ അക്കൗണ്ട് ഏതെങ്കിലും വ്യക്തിയുടെ പേരിൽ കൽക്കട്ടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഏതെങ്കിലും സിറ്റികളിലുള്ള ഒരാളുടെ പേരിലായിരിക്കും ഉള്ളത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇവരിപ്പോ ഫോറക്സ് ഇതുവരെ ഒരുപാട് പരസ്യം കൊടുക്കുന്നുണ്ട്. പല അല്ലെങ്കിൽ ടെലഗ്രാം അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ പരസ്യം കൊടുക്കുന്നു. ലിങ്ക് അവിടെ നിന്നാണ് ഇവർക്ക് കിട്ടുന്നത്. അപ്പൊ ആ ലിങ്കിൽ കയറിയാണ് ഇവർ ഈ പല ഫേക്ക് ആപ്പുകളും ഡൗൺലോഡ് ചെയ്യുന്നത്. ഡൗൺലോഡ് ചെയ്തിട്ട് ഇവർ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് പക്ഷെ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ അക്കൗണ്ടിലേക്കായിരിക്കും. പക്ഷെ ഇൻവെസ്റ്റ് ചെയ്ത തുക വർദ്ധിക്കുന്നതായി ഇവര് കാണുന്നുണ്ട്. അപ്പൊ ഇവര് കൂടുതൽ തുക ആപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഘട്ടത്തിൽ ഇവര് പിൻവലിക്കാൻ ഇത് ശ്രമിക്കുമ്പോൾ പിൻവലിക്കണമെങ്കിൽ ഇത്രയും രൂപ ടാക്സ് അടയ്ക്കണം, ഇല്ലെങ്കിൽ കാരണം ഇതിനകത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ 10, 20, 50 ഇരട്ടി വർധനമാണ്. ഇപ്പൊ 1 കോടി ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 20 കോടി റിട്ടേൺസ് കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായി അത് പിൻവലിക്കാൻ വേണ്ടി വീണ്ടും 1-2 കോടി കൂടെ ഇവര് ചോദിക്കുമ്പോൾ എല്ലാവരും അതും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇനിഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത 1 കോടിയും പിന്നെ ഈ റിട്ടേൺസിന് ടാക്സ് എന്ന് പറഞ്ഞ് വീണ്ടും 1-2 കോടിയും കൂടെ ചോദിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. അത് റാൻഡമായിട്ട് കോൾ ചെയ്ത് പ്രത്യേകിച്ച് ഫെഡെക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കൊറിയർ കമ്പനിയുടെ പേരിലാണ് അത് ചെയ്യുന്നത്. അതായത് ഒരു പാഴ്സല് നിങ്ങളുടെ ID ആധാർ അല്ലെങ്കിൽ പാൻ നമ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും ID ഉപയോഗിച്ചിട്ട് ഒരു പാഴ്സൽ ഇവിടെ കസ്റ്റംസ് ഓഫീഷ്യൽസ് അല്ലെങ്കിൽ ED പിടിച്ചിട്ടുണ്ട്, അതിനകത്ത് ഡ്രഗ്സ് കണ്ടെത്തി എന്ന് പറഞ്ഞാണ് ഇവർ ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇവരെ സ്കൈപ്പ് കോളിലേക്ക് വിളിക്കുകയും സ്കൈപ്പ് കോളിൽ ഇരിക്കുന്ന ആൾ ഒരു പോലീസ് സ്റ്റേഷന് സമാനമായ ഒരു സെറ്റിലായിരിക്കും ഇരിക്കുന്നത്. സിനിമ സെറ്റ് പോലെ ബാക്ക്ഗ്രൗണ്ട് ഒരു പോലീസ് സ്റ്റേഷന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ചിത്രീകരണമായിരിക്കും. ആ യൂണിഫോമിലും ആയിരിക്കും പലപ്പോഴും. അത് മുംബൈ പോലീസെന്നോ ഇല്ലെങ്കിൽ ഡൽഹി പോലീസെന്നോ CBI എന്നോ പറഞ്ഞിട്ട് അങ്ങനെ അവരെ ഭയപ്പെടുത്തി ഇവരുടെ കയ്യിലുള്ള യഥാർത്ഥ പൈസ വെരിഫിക്കേഷൻ എന്ന വ്യാജേന ഇവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് വരുന്നത്. ഒരിക്കലും ഒരു ഗവൺമെന്റ് ഏജൻസിയും പൈസ വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു പ്രൈവറ്റ് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പറയില്ല. ഇല്ല, ഇവിടെ എല്ലാം ലോക്കലായിട്ട് ഉള്ളത്. തമിഴ്നാട് ചെന്നൈ കേന്ദ്രീകരിക്കുന്ന 2-3 കേസ് ഇങ്ങനെ ബന്ധപ്പെട്ട് സൈബർ സെല്ലിന് പരാതി കൊടുത്തിട്ട് സ്ത്രീകളാണ്. സൈബർ സെല്ലിന് പരാതി കൊടുത്തിട്ട് അവരുടെ ഭാഗത്ത് വേണ്ട ഒരു നടപടിയും ഈ അന്വേഷണത്തിൽ ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. ഒരു കാരണം പറഞ്ഞ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഒഴിവാക്കും. ചെന്നൈ പോലീസിന്റെ അല്ല, ചെന്നൈ കേന്ദ്രീകരിച്ച് നടന്ന ഒരു തട്ടിപ്പാണ്. കേരളത്തിൽ നടന്ന കോട്ടമേല കേന്ദ്രീകരിച്ച സംഭവം നടന്നു. പരാതിയുണ്ട്. ആ പരാതി അവർ എടുത്ത് തന്നിട്ടുണ്ട്. നമ്മൾ വിളിച്ച് ബന്ധപ്പെട്ട് സൈബർ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു മുന്നോട്ടുള്ള നടപടിക്രമം ഇതിലുണ്ടായിരുന്നു. അത് ഓരോ കാരണം പോലെ ഒഴിവാക്കണം. എന്ത് ടൈപ്പ് ഓഫ് തട്ടിപ്പാണ്? പൈസ ലോൺ തരാൻ GST അടയ്ക്കാൻ പറഞ്ഞിട്ട് പൈസ ആവശ്യപ്പെടും. അയൽക്കൂട്ട സംഘടന പോലുള്ള സംഘടന ലോൺ എടുത്ത് ഈ തുക അടയ്ക്കും. ഓക്കെ, അത് നമ്മൾ പരിശോധിക്കാം. അങ്ങനെ പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നടപടി എടുക്കുന്നുണ്ട്. ഇവിടെ ക്രിപ്റ്റോ ലീഗലാണ്, ഇപ്പോൾ ലീഗലാണ്. പക്ഷെ അതിന്റെ ആപ്പ് ലീഗലാണോ ഇല്ലെങ്കിൽ ആപ്പ് യഥാർത്ഥ കമ്പനിയുടെ ആപ്പാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതിനകത്ത് ബേസിക് ആയിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കമ്പനിയും ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റും പണം മറ്റൊരു വ്യക്തിയുടെ പ്രൈവറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഒരിക്കലും നിങ്ങളെ നിർബന്ധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പ്രമുഖ ഷെയർ ട്രേഡിംഗ് കമ്പനിയുടെ പേരിലുള്ള ഫേക്ക് ആപ്പ് ആണെങ്കിൽ കൂടെ ആ ആപ്പിലേക്കെന്നും പറഞ്ഞ് അവിടുത്തെ ഒരു എംപ്ലോയി ഇല്ലെങ്കിൽ മറ്റൊരു തേർഡ് പാർട്ടിയുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഒരിക്കലും ഒരു കമ്പനിയും പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു ഗവൺമെന്റ് ഏജൻസി അങ്ങനെ പൈസ ട്രാൻസ്ഫർ ചെയ്ത് ചെക്ക് ചെയ്യണം എന്ന് പറയില്ല. പക്ഷെ അതിലാണ് ആൾക്കാർ ഈ ചതിയിൽ പെടുന്നത്. അതിലും വന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും
ഈ ATMകളിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യോ ഇല്ലെങ്കിൽ ബാങ്കിന്റെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ടെമ്പററി ഗ്ലിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ കസ്റ്റമർ കെയറിൽ വിളിക്കുന്നതിന് പകരം ഈ ഫേക്ക് കസ്റ്റമർ ID ഇല്ലെങ്കിൽ ഫേക്ക് കസ്റ്റമർ കെയർ നമ്പേഴ്സ് ഇവര് വെബ്സൈറ്റുകളിൽ കൊടുത്തിട്ടുണ്ട്. പരസ്യമായിട്ടാണ് വരുന്നത്. പല വെബ്സൈറ്റിലും നമ്മൾ ഗൂഗിൾ അല്ലെങ്കിൽ ഏത് സെർച്ച് എഞ്ചിൻ വെച്ച് സെർച്ച് ചെയ്താലും ആദ്യം വരുന്ന വെബ്സൈറ്റിൽ ഇവർ പരസ്യം കൊടുത്തിരിക്കും. പക്ഷെ ആ പരസ്യത്തിൽ കൊടുത്തിരിക്കുന്ന കസ്റ്റമർ കെയർ നമ്പർ വ്യാജ നമ്പർ ആവാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് ഏത് ബാങ്കിന്റെയോ ഇല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിന്റെ ആണെങ്കിലും അവരുടെ ഓതറൈസ്ഡ് സൈറ്റിൽ കയറി മാത്രമേ അവരുടെ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിക്കാൻ പാടുള്ളൂ. ഈ വ്യാജ കസ്റ്റമർ കെയർ വഴിയും ഒരുപാട് പേരുടെ പണം പോകുന്നുണ്ട്. കാരണം ഇവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കുകയും ലോഗിനും പാസ്വേഡും അതോടൊപ്പം OTPയും ചോദിക്കുകയും ചെയ്യുന്നു. ഈ വിക്ടിം വിചാരിച്ചിരിക്കുന്ന പറയുന്നത് ഇത് ആ ബാങ്കിന്റെ ഒറിജിനൽ കസ്റ്റമർ കെയർ നമ്പർ എന്നുള്ള ധാരണയിലാണ് ഇത് ചെയ്യുന്നത്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വിദേശ കോളുകളുടെ എണ്ണം നമ്മൾ അധികം നോട്ടീസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ നമുക്ക് ഇത്രയും പറ്റിയിട്ടുള്ളത് ഇവിടുത്തെ ലോക്കൽ കോൾസ് തന്നെയാണ്. ഇന്ത്യക്കകത്തു നിന്നുള്ള കോൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അതെ, ഉത്തരേന്ത്യൻ, അന്യ സംസ്ഥാനങ്ങൾ, ഉത്തരേന്ത്യ, ബംഗാള്, ജാർഖണ്ഡ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറെ. മഹാരാഷ്ട്രയുണ്ട്, രാജസ്ഥാൻ. മലയാളികളുടെ ഇൻവോൾവ്മെന്റ് വളരെ കുറവാണ്. അക്യൂസ്ഡ് എല്ലാം നോൺ മലയാളീസ് ആണ്. അന്യ സംസ്ഥാനത്തെ ആൾക്കാർ തന്നെയാണ് അക്യൂസ്ഡ് അധികവും. മലയാളികൾ അക്യൂസ്ഡ് ആയിട്ടുള്ള കേസുകൾ അപൂർവം, വളരെ വളരെ. അക്യൂസ്ഡിനെ ട്രാക്ക് ഡൗൺ ചെയ്യുന്നത് വളരെ പാടാണ്. കാരണം ഇവരെല്ലാം ഫേക്ക് IDയും ഫേക്ക് സിം കാർഡുകൾ, പിന്നെ ബാങ്ക് അക്കൗണ്ടുകൾ തന്നെ തേർഡ് പാർട്ടി ബാങ്ക് അക്കൗണ്ട്സ് ആണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പം യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും നമ്മൾ പല കേസുകളിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ. നമ്മുടെ കേസുകളിലും അവർ പ്രതിയായവരെയും അവരും നമ്മുടെ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. ഇപ്പോൾ പല ട്രേഡിംഗ് ആപ്പുകളാണ്, പല കമ്പനികളുടെ, അതായത് ജെന്യൂൻ കമ്പനികളുടെ പേരിലുള്ള ഷെയർ ട്രേഡിംഗ് ആപ്പുകളുണ്ട്. അത് ഫോറക്സ് ട്രേഡിങ്ങിന്റെ ആപ്പുകളുണ്ട്. അതുപോലെ തന്നെ ക്രിപ്റ്റോ ട്രേഡിങ്ങിന്റെ ആപ്പുകളുണ്ട്. പക്ഷെ ഈ ആപ്പുകളെല്ലാം നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ വരുമ്പോൾ ഈ കമ്പനിയുടെ പേരിലല്ലാതെ ഏതെങ്കിലും പ്രൈവറ്റ് ഇൻഡിവിജ്വലിന്റെ പേരിൽ അക്കൗണ്ടിലേക്കായിരിക്കും പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ഇവർ ആവശ്യപ്പെടുന്നത്. അപ്പൊ അതാണ്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുകയാണ്. ഓൺലൈൻ തട്ടിപ്പുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹം പുറത്തുവിടുകയായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടക്കുന്നത്